സംഗീതം നിറയുന്ന ക്യൂട്ടി ടോപ്പ് സിംഗർ പാട്ടിന്റെ പാലാഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാം. MJ സർ, സിതാര ചേച്ചി, MG സർ, സലിം കുമാർ സർ, we welcome you. നമസ്കാരം. സാർ ഇന്ന് ഇവിടെ കുട്ടി പാട്ടുകാരുടെ പാട്ട് കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലേ? അതെ, കാരണം കുരുന്ന് പ്രതിഭകളുമായിട്ട് സായാഹ്നങ്ങൾ പങ്കുവെക്കാൻ ആണ് ഇവിടെ എത്തിച്ചേർന്നത്. പരിപാടി കണ്ടപ്പോൾ തന്നെ എന്നെ വളരെയധികം ആകർഷിച്ചു ആ കുരുന്നുകളുടെ. അപ്പോൾ ഇതൊന്ന് നേരിട്ട് കാണണം, ആസ്വദിക്കണം. അതുപോലെ തന്നെ ഇവരൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അവരായിട്ട് ഒന്ന് ഏറ്റുമുട്ടിയിട്ട് സംഗീതത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്കറിയാവുന്ന കാര്യങ്ങൾ എന്നിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഒരു ഇനിയുള്ള എപ്പിസോഡുകൾ തർക്ക വിതർക്കങ്ങളുടെ ഒരു എപ്പിസോഡായിരിക്കുള്ളൂ. വെറും ഒരു അങ്ങനെ ഒരു ജഡ്ജ്മെന്റും അങ്ങനെ ആയിരിക്കില്ല. ഞാൻ ഒന്ന് പറയുന്നു, ഇപ്പൊ ശ്രീകുടൻ ചേട്ടനും ജയന്ത ചേട്ടനും സിത്താരയൊക്കെ രണ്ട് പറയുന്നു, 2-3 തമ്മിൽ അല്ലല്ല നമ്മൾ ഇന്റലക്ച്വൽ തല്ലി ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് വളരെ ലക്കിയാണ്. സാറിന്റെ കൂടെ ഈ എപ്പിസോഡ് ഈ ഡിസ്കഷനിൽ അവർക്കും ഭാഗമാകാൻ കഴിഞ്ഞതിൽ എന്നോട് നന്ദി പറയുന്നു. അതെ അതെ, തീർച്ചയായും. എനിക്കൊരു അപേക്ഷയുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ സീറ്റിലോട്ട് വരികയാണ്. ഇനി 2 ദിവസം ഞങ്ങൾ സഹിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അപ്രമദവനം ഒരു 2 വരി അല്ലെ ഒരു പല്ലവി മാത്രം. ശ്രുതി ഇട്ടോളൂ. ചായ കുടിച്ചിട്ട് പാടിയാ മതി. ചായ കുടിച്ചിട്ട് പാടിയാ മതി. ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. ചായ കുടിച്ചിട്ട് അത് കുഴപ്പമില്ല. അത് 4 വരി പാടിയിട്ട് ചായ കുടിച്ചോളൂ. ഒരു മ്യൂസിക് ഷോയ്ക്ക് വന്നാൽ ഇതൊക്കെ തയ്യാറെടുത്ത് വേണം വരാൻ. അല്ല, നിങ്ങൾ ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ എടുക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു തുമ്പിയല്ല, ഞാനൊരു അവശനാണ്. ഞാൻ എന്നെ കൊണ്ട് പ്രേമതവനോ അല്ലെ അറിയാവുന്ന ഒരു പാട്ട് 2-4 വരി. ചേട്ടാ, എനിക്ക് ജനഗണമന അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ പാടും, നന്നായിട്ട് പാടും. ആര് പറഞ്ഞത്? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എവിടാ? ഞാൻ എവിടാ കേട്ടത്? എനിക്കതാ ഓർമ്മയില്ലാത്ത. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പാടുന്നെങ്കിൽ പ്രബോധനം, അതിൽ താഴെ ഒന്നുമില്ല. ഒന്നും പാടില്ല, അല്ലെങ്കിൽ ഞാൻ പ്രബോധനം. 2-1 അല്ലാതെ അയ്യേ. ഇതിനെ കുറിച്ച് എന്താ ചേട്ടാ? ഇത് ടോപ്പ് സിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയാണ്. ഈ ഷോയ്ക്ക് വരുമ്പോഴത്തേക്ക് ആലോചിക്കണമായിരുന്നു. എന്ത്? കാരണം ഒരു പാട്ട് പാടാൻ ചോദിക്കുമ്പോൾ അത് തയ്യാറെടുപ്പോട് കൂടി വേണം വരാൻ. അങ്ങനെ ഈ കൊലപാതക കുറ്റമൊക്കെ ജഡ്ജ് ചെയ്യാൻ വന്ന ആള്, ആ ജഡ്ജി കൊലപാതകം ചെയ്യണ്ട ചേട്ടാ. വേണോ? അതിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ പാട്ട് പാടും, ഇല്ലെങ്കില്ല. എന്ത് വേണം കൂട്ടാ? വിട്ടേക്കല്ലേ? വിട്ടേക്ക എന്ന് തോന്നുന്നു. അതാണ് നിങ്ങൾക്ക് നല്ലത്, ജാമ്യം നല്ലത്, ഫ്ലവേഴ്സ് ടിവിക്ക് നല്ലത് തന്നെ. ഈ സ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ജാമ്യം തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് MG സർ. എന്നാ സലിം സാറിന് വേണ്ടിയിട്ട് ഒരു 2 വരി പാടിക്കൊടുത്തൂടെ? അതെ, ആ പ്രമദവനം തന്നെ. ഞാൻ പാടുന്നത് തിരിച്ചു പാടണം. സിമ്പിൾ ആയിട്ടുള്ള പാട്ട് പാടാം. ഡി എന്നിട്ട് എന്താ പറഞ്ഞ? ഇടി എന്നാ? ഡി. ചാന്ത് പൊട്ടും ചങ്കേലസും, ചാന്ത് പൊട്ടും ചങ്കേലസും, ചാർത്തി വരുന്നവളെ, ചാർത്തി വരുന്നവളെ, പുലരി പെണ്ണെ നിന്നെ കണ്ടാൽ. വേണ്ട, എനിക്ക് പുലരി പെണ്ണെ നിന്നെ കണ്ടാൽ, പുലരി പെണ്ണെ നിന്നെ കണ്ടാൽ, പൂതി പെരുകണ് മനസ്സിൽ, പൂതി പെരുകണ് മനസ്സിൽ, നീയൊരു സുന്ദരിയല്ലേ, നീയൊരു സുന്ദരിയല്ലേ,
ദേവമനോഹരിയല്ലേ ദേവമനോഹരിയല്ലേ. ചേട്ടൻ സാറിന് പറയുന്ന പോലെ Congratulations, you are in. യു ആർ ഇൻ. താങ്ക് യു. മറ്റേ മാലയൊന്നുമില്ലേ? മാലയൊക്കെ തരാം, ഇഞ്ഞ് വാ, അത് വഴിയെ വരുന്നുണ്ട്. ഇഞ്ഞ് വാ, ഇവിടെ ഇരി, മാലയൊക്കെ ഇട്ട് തരാം. ദോശമാവാണോ മുഖത്ത് വയ്ക്കുന്നത്? എന്റെ മുഖത്ത് വയ്ക്കുന്ന ദോശമാവല്ലെന്നേ, പിന്നെ ഇഡലി മാവാണോ? മുടി പൂച്ചാത്തിടും തലോടാൻ പോന്നിടും കാതോടു കാതോരം തീഞ്ചോരുമാ മന്ത്രം 1 2 3 4 സെറ്റ് വേണം. വിഷുപക്ഷി ആയില്യം കാവിലേ പൂനിലാവേ. അറിയാവോ പാട്ട്? വെരി ഗുഡ്, അത് മതി. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ മോൻ എന്നെ ഇടയ്ക്ക് സഹായിക്കുകയും പാട്ടുകാരൻ വിജയ് യേശുദാസാണ്. ഞാൻ അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ പോലൊരു പാട്ടുകാരനാവണമെന്നാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറി ആൻഡ് ലൈൻ ഡേറ്റ് സിറപ്പിന്റെ സെലക്ഷൻ റൗണ്ട് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ആദിത്യൻ ഫ്രം കൊല്ലം. എന്തൊക്കെയുണ്ട് ആദിത്യൻ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ജഡ്ജസ്. ആദിത്യ, അതെ, ഏത് പാട്ടാ പാടാണേ? തങ്കത്തളിയിൽ പിന്നെ ഉല്ലാസപ്പൂത്തിരികളും. ഓക്കെ. ഹായ്, ഞാൻ ആദിത്യ. കരുനാഗപ്പള്ളി കോഴിക്കോട് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച വേദിയാണ് ടോപ്പ് സിംഗറിൻ്റെ വേദി. ഇപ്പോൾ ഞാൻ ടോപ്പ് സിംഗറിൻ്റെ ഫൈനൽ ഓഡിഷനിൽ നിൽക്കുകയാണ്. ഞാൻ നന്നായി പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വേദിയിൽ കയറി ഞാൻ നന്നായി പാടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്ക മന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. വെരി ഗുഡ്. മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെന്റെ കൈതരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ
അനംഗമന്ത്രമുണ്ടോ സംഘത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. അടുത്ത പാട്ട് ഏതാ മോനെ? ഉല്ലാസപ്പൂത്തിരികൾ. ഓ, ജയന്റെ പാട്ടാണല്ലേ? അതെ. ജയനെ ഇഷ്ടമാണോ? ആ. പഠിക്കും. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസ്സിന്റെ മധുഗണം അനുപമരതിലധികേ. മലയജ സുരഭില പുളകിത നിമിഷമിതേ, നീതാ മനസ്സിന്റെ മധുഗണം അനുപമരതിലധികേ. മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൽ തേരേറിവാ, എൻ മനസ്സിൽ വാനപാത്രം നീ നുകരാൻ വാ. പെൺപുഞ്ചിരി തേൻ മഞ്ചരി വാ 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 വസഖി വാ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ആദിത്യോ, എന്തോ? എനിക്ക് തോന്നുന്നു അതിന്റെ സെക്കൻഡ് സോങ് ഇല്ലേ, അതെ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് താഴെ ഇരിക്കുന്ന ആന്റിമാരാണ്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇന്നൊരു ക്ലാപ്പ് കൊടുത്തേ. താങ്ക് യു. എനിവേ, ജഡ്ജസ് എങ്ങനെയുണ്ടായിരുന്നു? ആദിത്യനാണ് താരം അല്ലേ ചേട്ടാ? ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ ഇന്ന് ഉദിച്ചു നിൽക്കുക. താങ്ക് യു. ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരുന്നു. അതിൻ്റെ മേളിൽ പാടുന്നതിന് മുമ്പേ ഞാനൊരു സംഭവം പറഞ്ഞു തന്ന മോൻ അതുപോലെ തന്നെ പാടി, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ പാടി. അതായത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഒപ്പിയെടുക്കുന്ന ഒരാളാണ് സൂര്യൻ, ആദിത്യൻ എന്നെനിക്ക് മനസ്സിലായി. ആദ്യത്തെ പാട്ട് നന്നായിരുന്നു, നല്ല സെലക്ഷൻ പാട്ടുകളുടെ. താങ്ക് യു. രണ്ടാമത്തെ പാട്ടും അതിനിടയിലുള്ള വരികൾ വളരെ ട്വിസ്റ്റിംഗ് ആണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാടാൻ ഈ പ്രായത്തിൽ പ്രയാസമാണ്. എത്രാം ക്ലാസ്സിലാ? 8ല്. 8 പഠിക്കുകയാണ്. 8 അടുത്ത 9 പിന്നെ അടുത്ത 10. ഇപ്പൊ 8 പിന്നെ 9 പിന്നെ 10. 8 എവിടെ പഠിക്കുന്നു? ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ എന്ന് പറഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചു ന്യൂയോർക്കിൽ. കരുനാഗപ്പള്ളി.
ഞാൻ വിചാരിച്ചു ജോൺ എഫ് കെന്നഡി എന്ന് വെച്ചത് ന്യൂയോർക്കിലാണ്, അവിടുന്ന് വന്നാണെന്ന്. എന്തൊക്കെയാണ് ഹോബി? കബഡി. കബഡി. പിന്നെ ഞാനിങ്ങനെ കേട്ട് മോന് എല്ലാരും കാലുവാരം എടുക്കാനാണെന്ന് കേട്ടു. അയ്യോ, അത് ഈ കബഡി കണ്ടാണോ പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്കൊക്കെ കളിക്കും. എന്തായാലും മോൻ അസാധ്യമായിട്ട് പാടി. പിന്നെ അച്ഛൻ്റെ കൂടെയൊക്കെ സഹായത്തിന് പോകാറുണ്ടെന്ന് കേട്ടു, ആണോ? പോകുന്നിടത്ത് നിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടേ ഉള്ളത്. അച്ഛൻ എന്ത് ചെയ്യണമാ? അച്ഛൻ മത്സ്യബന്ധനത്തിന് പോകും. അതെയോ? ഓഹോ. മാത്രമല്ല ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടത് അച്ഛനെ പോലുള്ള ആൾക്കാർക്കാണ്. കാരണം ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്, നമ്മുടെ ജനങ്ങളെ സഹായിച്ചത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. അതിനൊരു ബിഗ് സല്യൂട്ട്. മോനെ അസാധ്യമായിട്ട് പാടി, മോനെ നന്നായിട്ട് പാടി, യാതൊരു സംശയമില്ല. ഒരു പാട്ട് എങ്ങനെ പാടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിലൊക്കെ മോൻ ഇന്ന് പാടിയിട്ടുണ്ട്. അത് മോൻ പോലും അറിയാതെയാണ്. അത് കാരണം ആ അനുഗ്രഹങ്ങളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അത് സംഗീതത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അനുഗ്രഹം ഉള്ളപ്പോൾ വളരെ ശ്രദ്ധിച്ച് അതിനെ കൂടെ ഒരു കുഞ്ഞിനെ പോലെ ആ അനുഗ്രഹത്തെ കൊണ്ട് നടക്കുന്നവർ മാത്രമേ ഫ്യൂച്ചറിൽ അവർ വലിയ വലിയ ആൾക്കാരായിട്ട് മാറിയിട്ടുള്ളൂ. അത് ഏത് ഫീൽഡാണെങ്കിലും, പ്രത്യേകിച്ചും കലയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ മോൻ ആ കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ നന്നായിട്ട് കൊണ്ടു നടക്കണം കേട്ടോ. ആ, അതിൻ്റെ തുടക്കമാവട്ടെ മോന് ടോപ്പ് സിംഗർ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ. ആദിത്യ, ഭയങ്കര ഇഷ്ടമായി പാടിയത്. താങ്ക് യു. ഇത്രയും അപ്രിസിയേഷൻ കിട്ടിയില്ലേ അല്ലേ? രണ്ടുപേരും ഇങ്ങനെ ഒരുപാട് പറഞ്ഞു ആദിത്യൻ്റെ പാട്ടിനെ കുറിച്ചിട്ട്. ആ പാട്ടിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഓരോ വളവും തിരിവും ഒക്കെ മനോഹരമായിട്ട് കടന്ന് പോയി ആദിത്യൻ. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടാണ് പാടി ആദിത്യൻ, ഭയങ്കര തെളിച്ചത്തിൽ. പിന്നെന്താ, വേറെ ഒന്നും പറയാനില്ല. നല്ല എടുക്കണേ. രണ്ടാമത്തെ ഭയങ്കര പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിരിക്കുന്നു എപ്പോഴാണ് ഞാൻ കറങ്ങേണ്ട സ്ഥലം വരിക എന്നുള്ളത് അല്ലേ. അത് ആദ്യം പ്ലാൻ ചെയ്തല്ലേ കള്ള. നല്ല രസമായിട്ട് പാടി കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലൊക്കെ എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ. എന്ത് പറയുന്നു സലിംജി? ഞാൻ ഞെട്ടിരിക്കണേ ഏട്ടാ. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയൂലേ, അതേ അവസ്ഥ എൻ്റെ. ഇങ്ങനെ ഈ കുരുന്നു പ്രതിഭകളുടെ എന്താ കഴിവിലിങ്ങനെ അസ്തമിച്ച് കാണൊക്കെ പറയൂലേ, ഇങ്ങനെ നോക്കി നിന്ന് രോമാഞ്ച കഞ്ചുകനായിട്ട് നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചെറിയൊരു സംശയമായിരുന്നു. എല്ലാം പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ എന്ത് എവിടെ എന്ന് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആദിത്യ കിരണങ്ങൾ എന്നിലേക്ക് പ്രത്യക്ഷമായത്. ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ദുര്യോധൻ്റെ വരവ് അവസാനം എന്ന് പറഞ്ഞ പോലെ ആദിത്യൻ്റെ വരവ് അങ്ങനത്തെ ഒരു വരവായിരുന്നു. വളരെ എന്നെ ഞെട്ടിച്ച വേറെ സംഭവം എന്ന് വെച്ചാൽ, ഈ ഇന്നാക്കാൻ വേണ്ടിയുള്ളൊരു മെഡൽ ഉണ്ടല്ലോ, മെഡൽ, അത് ഞാനാണല്ലോ ഇട്ട് തരേണ്ടത്. അത് ആദിത്യന്റെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞപ്പോ തന്നെ ജയേന്ദ്രേട്ടൻ എന്റെ ഫോണിന്റെ മുകളിൽ വെച്ചു. ആദ്യത്തെ പാട്ട് കഴിഞ്ഞപ്പോ തന്നെ. അത്രയ്ക്ക് ഇഷ്ടമായ ആദ്യത്തെ പാട്ട്. പിന്നെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടം തോന്നി. കാരണം ഈ പ്രളയത്തിൽപ്പെട്ട് ഞാൻ കിടന്ന സമയത്ത് ഞാൻ മാത്രമല്ല, ഒരു 19 പേര് എൻ്റെ നാട്ടുകാരൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ വന്ന് രക്ഷിച്ചത് ഒരു പറ്റം മത്സ്യത്തൊഴിലാളികളായിരുന്നു. അപ്പോൾ ആ വർഗത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് പെർഫോം ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, എൻ്റെ സ്വന്തത്തിൽ ആരോ ഒക്കെ വന്ന് ഇവിടെ ആ ഒരു സ്വന്തക്കാരന് കിട്ടിയ ഒരു 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 അവാർഡ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും ആദ്യത്തിന് നേരുന്നു. അപ്പം ഞാൻ പറയണ്ടല്ലോ, ഇന്നാണോ ഔട്ടാണോ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയൂല. കാരണം ആദിത്യൻ ഇൻ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ. അഭിമാനിക്കുക. ജയന്ത് ചേട്ടൻ ഈ ഫോണിന്റെ മുകളിലാണ് ഈ സംഭവം വെച്ചത് കേട്ടാ. ഇത് ഓർക്കണ ഈ ഫോണിന് കേട്ടാ. ഇത്രയും സമയം ചുവന്നുകൊണ്ടിരുന്നാണ് ഫോൺ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ.
നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗിഫ്റ്റും സലീം കുമാർജി തരുന്നതാണ്. ഒരു പാട്ട് പഠിക്കാൻ അതെ, ഞാൻ ചേട്ടൻ പറയാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് മൈക്കെടുത്താണ്, പറഞ്ഞോളൂ. അല്ല, ആദിത്യന് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് സിംഗറിന്റെ ഒരു എളിയ ഉപഹാരം. പിന്നെ ഈ റൗണ്ടിൽ സെലക്ട് ആയെന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും. The Beauty Soap Top Singer powered by Chungat Jewelry and Line Date Surapil ഇനി വരാൻ പോകുന്നത് പാലക്കാട്ടുകാരി നിഹാരിക. എന്തൊക്കെ വെറൈറ്റി പേരുകളാണ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കേൾക്കുന്നത്. പേരൊന്ന് പറഞ്ഞേ. നിഹാരിക. നിഹാരിക, അതിന്റെ മീനിങ് എന്താ? മഞ്ഞുതുള്ളി. അയ്യോടാ, സോ സ്വീറ്റ്. പാലക്കാട് എവിടെയാണ് മോളെ? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്താണോ? അവിടെ ഒരൊറ്റ പാലമേ ഉള്ളോ? അതുകൊണ്ടാണോ ഒറ്റപ്പാലം എന്ന് വിളിക്കുന്നത്? അല്ല. അല്ല, ഒറ്റപ്പാലത്തിൻ്റെ അവിടുന്ന് പാലത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പോണ മായന്നൂർ, പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ അങ്കിളുടെ അമ്മയുടെ വീടൊക്കെ അവിടെയാണ്. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലം ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ. നിഹാരിക, ഏത് പാട്ടാ പാടാൻ പോണ? കാതോട് കാതോരം. ഓക്കെ, പാടിക്കോളൂ മക്കളെ. സോ നന്നായി പാടാട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ടോപ്പ് സിംഗർ ഫൈനൽ ഓഡീഷനിലാണ്. എല്ലാവരും എൻ്റെ പാട്ട് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
ഏത് വിഷുപക്ഷിയാണിത്? ആദ്യം പാടിയ ലാ 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 ലാ. നല്ല രസമായിരുന്നു കേട്ടോ. ലാ 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 ലാ. ഭയങ്കര ഓമനായിരുന്നു അത് പാടിയത് കേട്ടാ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. ആരാ ഇത് സെലക്ട് ചെയ്തെന്ന്? അമ്മയാണ്. സൂപ്പർ പാട്ടാണ്. സിധു കുഞ്ഞുവാവേ, എൻ്റെ മോളെ വിളിക്കുക വീട്ടില്? കുഞ്ഞൂസ്. വേറൊരു കുഞ്ഞൂസും വന്നല്ലോ ഒന്ന്. ആ, നല്ലോണം പാടി. അമ്മയുടെ ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും അല്ലേ അത്? ആ, കുഞ്ഞുമണിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ചെറിയ വാവേനോടൊക്കെ എന്താ പറയുക, പാട്ടിൻ്റെ അവിടെ ഇങ്ങനെന്താ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. മോൾ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട് കേട്ടോ. സുന്ദരി കുട്ടിയാണ് കേട്ടോ, എനിക്ക് കുട്ടിയാണ്. സ്കൂളിൽ ആരാ ഏറ്റവും നല്ല ഫ്രണ്ട്? അവന്തിക ഇപ്പോൾ കാണണ്ടാവുമല്ലോ ടി വിയിൽ അല്ലേ? എന്നിട്ട് വന്നിട്ട് പറയൂലേ സ്കൂളിൽ? നല്ലോണം പാടിയിട്ടമ്മാ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതപ്പം എനിക്ക് തോന്നുന്നത് അമ്മ പാട്ട് പാടുമോ? ആരാ പാട്ട് പാടണേ വീട്ടിൽ? ആ, മോള് മാത്രമേ പാടുള്ളൂ. പാട്ട് പഠിക്കണ്ടോ വേണ? അപ്പം നല്ലോണം മാഷോടൊക്കെ ചോദിച്ചിട്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോളെ കലക്കി കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ട്. നല്ല എന്താണ് ക്യൂട്ട് ഫേസ്, കാണാൻ എന്താ അഴക്, പാട്ട് നല്ല പാട്ട്. പിന്നെ എന്താ പറയുന്നത്, ആ പാട്ടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നന്നായിരുന്നു. ബ്രീത്ത് കുറച്ച് പ്രശ്നമുണ്ട്. അത് കൊച്ചുകുട്ടി ആയതുകൊണ്ടാണ്, വളരെ കൊച്ചുകുട്ടിയാണ്. ഇപ്പോൾ എത്ര ക്ലാസ്സിലാണ്? സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. ആദ്യത്തെ ആ ഹമ്മിങ് എന്ന് പാടിക്കാൻ മോളെ. ആ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ചേർത്ത് പാടാൻ പറ്റുമോ? ആ, അപ്പം അങ്ങനെ പാടാത്ത എന്തുണ്ടായിരുന്നു? അങ്ങ് ചേർത്തൊന്ന് പാടിക്കേ. ആ, നെക്സ്റ്റ്. അവിടെ ചേർത്ത് ഒക്കെ ശ്വാസത്തിന് കുറച്ചുകൂടെ ശക്തി കിട്ടാനുണ്ട് കേട്ടോ. അതർവൈസ് മോള് നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ മോളെ, ഞാനിപ്പോൾ എന്താ പറയാ, എന്നാലും മോളുടെ പ്രായത്തിൽ എസ് ജാനകിയമ്മ ഈ പാട്ട് പാടിയാൽ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുള്ളൂ. കൊച്ചു പ്രായമല്ലേ അല്ലേ? നന്നായിരുന്നു അതാ. അപ്പൊ മോളെ, ഈ അങ്കിളും ഈ ആൻറ്റിയും എന്താ സാർ ചിരിച്ചത്? ഈ അങ്കിളും മറ്റേ ഗ്രാൻഡ് പയ്യൻ കൂടെ ചേർന്നിട്ട് മോള് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് കേട്ടോ. മോളിപ്പോൾ വളരെ ചെറുതാണ്, ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ദൂരം. കാരണം യു ആർ വെരി മച്ച് ടാലൻറ്റഡ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇപ്പോൾ ട്യൂഷൻ സാറ് വരുന്നില്ലേ പാട്ടിൻ്റെ, സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മോക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിഹാരികയ്ക്ക് ടോപ്പ് സിംഗറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്.
Cutie the Beauty Soap Top Singer powered by Chungat Jewelry and Blind Date Surapil ഇനി വരാൻ പോകുന്നത് ആവണി ഫ്രം ഇടുക്കി. ആവണി എന്താ സത്യം പറഞ്ഞാൽ ആവണി എന്ന് പേര് കേട്ടപ്പോൾ ഞാൻ വെച്ചു നാടൻ പെൺകുട്ടിയാണ്. ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത്, വളരെ സ്മാർട്ടായിട്ട്. ആറ്റിറ്റ്യൂഡിൽ നല്ല സ്മാർട്ട്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജഡ്ജസ് ഹലോ 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 ഹലോ. ഏത് പാട്ടാ പാടുന്നേ? മാവിൻ ചോട്ടിലെ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മധുരമായി മനതാരിൽ കുളിരുന്നൻ ബാല്യം. ആയിക്കോട്ടെ, അടുത്ത പാട്ട്. ദും 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 ദൂരെ ഏതോ രാക്കിളിപ്പാട്ട്. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ആവണി. ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് സിംഗറിലെ ഫൈനൽ ഓഡീഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ജഡ്ജസിൻ്റെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ചോട്ടിലെ മണമുള്ള മധുരമാ മനതാരിൽ കുളിരും നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കുളിരും നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. കാര്യം മറന്നു, അതിൻ സുഖമുള്ള നോവും മറന്നു. നുണ പറഞ്ഞെപ്പോഴോ ഞാരപ്പഴം തിന്ന് തുടിയും നിലാവും മറഞ്ഞു. കാവിൻ കിളിയും കിനാവും മയങ്ങി. നിറവാർന്ന സന്ധ്യ മാഞ്ഞു, മഴയുള്ള രാത്രി പോയി. നിറവാർന്ന സന്ധ്യ മാഞ്ഞു, മഴയുള്ള രാത്രി പോയി. എന്നും മറയാത്ത മഴയോർമ്മയിൻ ബാല്യം. മാവിൻ ചോട്ടിലെ മനമുള്ള മധുരമാ മനതാരിൽ കുളിരും നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനോമ്പുകൾ. കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് സോങ്. ദും 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 ദൂരേതോ രാത്രിപ്പാട്ട്. ഓക്കെ. ദും 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 ദൂരേതോ രാത്രിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം, നിലാവിൻ ഉത്സവം. ഗന്ധർവന്മാർഗോദയക്കും ദേവഹംസങ്ങൾ കുടഞ്ഞു കുങ്കുമം.
ആവണി, എന്തോ എന്ത് പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. സെക്കൻഡ് പെർഫോമൻസിൽ ഡാൻസ് എല്ലാം കളിച്ച് അവസാനം ഒരു പോസ് ഒക്കെ ഇട്ടല്ലോ. ചിൽ. സോ ജഡ്ജസ്, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ആവണി പൊന്നു ഞാലാടിക്കാൻ നിന്നെ ഞാൻ. അത് ആവണി പറ്റിയുള്ള പാട്ടാണല്ലേ ചേട്ടാ? അതെ, അത് ആവണി പറ്റിയുള്ള പാട്ടാണ്. ആയില്യം കാവിലേ പൂനിലാവേ. അറിയാവോ പാട്ട്? ലാ 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 ലാ. വെരി ഗുഡ്, അത് മതി. എനിക്ക് ആവണിയിലല്ലേ ഞാൻ കണ്ടത് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പാട്ടിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷെ എങ്കിലും രണ്ട് പാട്ടും നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആവണി പൊന്നൂഞ്ഞാലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, സ്വന്തമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അത് ആദ്യം തന്നെ കൂട്ടം പറഞ്ഞു ശ്രുതി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും രണ്ട് പാട്ടും വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ദോശമാവാണോ മുഖത്ത് തേക്കുന്നത്? അല്ല, പിന്നെ അത് മാക്കിന്റെ ഓരോ പ്രൊഡക്റ്റാ. അതിങ്ങനെ അമ്മ ബ്യൂട്ടീഷ്യനാ, അപ്പൊ അമ്മ എന്റെ ഇടയ്ക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാം. ബ്യൂട്ടീഷ്യൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി, പക്ഷെ ദോശമാവൊന്നുമല്ല. പക്ഷെ ആമണിയുടെ മുഖത്ത് തേക്കുന്നത് ദോശമാവാണെന്നാണ് രഹസ്യം. എന്റെ മുഖത്ത് തേക്കുന്ന ദോശമാവല്ലെന്നേ. പിന്നെ ഇഡലി മാവാണ്. അല്ല, പിന്നെ എന്ത് മാവാണ്, എന്ത് മാവാണ് തേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഉപ്പുമാവായിരിക്കും. ഉപ്പുമാവായിരിക്കും, അത് കറക്റ്റാണ് കേട്ടോ. അല്ലല്ലല്ലല്ല. പിന്നെ മാവോ? ആ, മാവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ എന്നാ പറയാ? ആവണി എന്തോ അടിപൊളി, താങ്ക് യു. മെടുക്കി കുട്ടി. അവിടുത്തെ തുള്ളി ഇങ്ങനെ പറന്നു വന്നിട്ടാണ് സ്റ്റേജിലേക്ക് ആവണി ലാൻഡ് ചെയ്തത് തന്നെ. നല്ല സ്മാർട്ട് കുട്ടിയാണ്. രണ്ട് പാട്ടും നല്ല ഗംഭീരമായിട്ട് പാടി, നല്ല സെലക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു രണ്ട് പാട്ടും. എം ജെ സാർ പറഞ്ഞു തന്നു ആദ്യം ആ ശ്രുതി ചേർക്കാൻ പറഞ്ഞതിന് ശേഷമാണ്. ആദ്യം നമ്മൾ കേട്ടപ്പം പ്രാക്ടീസിന് തുടങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ചു അവനെ എങ്ങനെ പാടാൻ പോണേന്നുള്ളത്. പക്ഷേ ശ്രുതി ചേർന്നപ്പോഴേക്കും അത് ഭംഗിയായി, സംഗതികളൊക്കെ നല്ല രസമായിട്ട് പാടി. കുറേ സ്ലിപ്പുകൾ വന്നിട്ടുണ്ട് രണ്ട് പാട്ടിലും, പക്ഷേ രണ്ട് പാട്ടും ഇങ്ങനത്തെ ഒരു ഇതിലൊരു ഈ ടെൻഷനൊക്കെ ഉൾപ്പെടെ പാടുന്ന സമയത്ത് ചെറിയ ഒറ്റ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് ഒട്ടും പേടിയുണ്ടാവില്ല. അവന് കുറച്ചും കൂടി മുതിർന്ന കുട്ടിയാണല്ലോ, പക്ഷെ അതുകൊണ്ട് ആ ഒരു പേടിയൊക്കെ ഉണ്ടായിട്ട് പോലും ഭംഗിയായിട്ട് പാടി. ഓൾറൈറ്റ്, താങ്ക് യു. വെരി ഗുഡ്. ആവണി, എന്തോ അച്ഛൻ ലുലു മോളിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയോ? ആ, അന്ന് എന്റെ അനിയനെ മാത്രം ഒരു ദിവസം കൂട്ടിക്കൊണ്ട് പോയി. എന്നെ പിന്നെ ഒരു ദിവസം ടൂറ് ചുമ്മാ പോയപ്പോ കൊണ്ടുപോയി. ഞങ്ങൾ എല്ലാരും കൂടെ പോയി. എന്തായാലും പറ്റിച്ചില്ലേ? ഒന്ന് പറ്റിച്ചു. മൂന്നാറില് നീലക്കുറിഞ്ഞ് കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് എന്തായി? അതൊക്കെ എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ അറിഞ്ഞേ. അച്ഛൻ പോയുള്ളൂ, ഞങ്ങളൊന്നും പോയില്ല. അപ്പൊ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. അവിടെ പറ്റിച്ചില്ലേ? ചെറുതായിട്ട്. ഓക്കെ, പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയണം? എന്ത് പറയണം? ഞാൻ എന്ത് പറയണമെന്നാണ് ആവണി ആഗ്രഹിക്കണേ? എനിക്കറിയില്ല. ഇന്നാവണോ ഔട്ടാവണോ? അങ്കിളിന് ഇഷ്ടമുള്ള പറഞ്ഞു. ഇന്നാവണോ ഔട്ടാവണോ? ഇന്നാവണം. നല്ലതാന്ന് പറയണോ പൊട്ടയാന്ന് പറയണോ? എസ്റ്റർ ചേച്ചി അങ്കിൾ എന്നെ ഇപ്പൊ പറയാ? എന്നെ ഇപ്പൊ പറയാ? എസ്റ്റർ ചേച്ചി പറയും. അല്ലല്ല, ജഡ്ജസ് എന്തായാലും സത്യം മാത്രമേ പറയുള്ളൂ. എങ്കിൽ അങ്കിൾ സത്യം പറഞ്ഞോ? അങ്കിൾ ആദ്യം മോളോട് പറഞ്ഞ കാര്യം എന്താ? ശ്രുതി. ഫൈസൽ ഒന്ന് ശ്രുതി എന്ന് കൊടുക്കാമോ? ജസ്റ്റ് ബേസിക്. അത് ആ ശ്രുതി ഒന്ന് ഉള്ളിലേക്ക് എടുക്കുക. അവളെ മാവിൻ ചോട്ടിലെ പാടു മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാ മനതാരിൽ കുളിരും നിൻ ബാല്യം. ശ്രുതിയമ്മ ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം. ഇതാണ് മന്ത്രം. ശ്രുതിയമ്മ ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം, അല്ലേ? അപ്പോൾ ആ അമ്മയെ നമ്മൾ അറിഞ്ഞു. ലയമുണ്ട് മോക്ക്. യു ഗോട്ട് ദാറ്റ്. ശ്രുതിയുമുണ്ട്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് പോകുന്നത്. സോ യു ആർ മെച്ചുവേർഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മോള് ഇതിലുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാനൊരു ഈ ഡിവിഷണൽ ബെഞ്ചിലെ ഒരു ജഡ്ജ് മാത്രമാണ്. ഓക്കെ,
ബാക്കിയുള്ളവരെ എനിക്ക് അറിഞ്ഞൂടാ. സലിം സാർ പറയട്ടെ. അവനിയുടെ ആലാപന ശൈലിയും പിന്നെ എന്തിനാണ് സ്വരമാധുരിമയും ഞാൻ ഹഠാതാകർഷണനായി. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോയില്ലേ? എവിടെയൊക്കെ പോയി? ഇടയ്ക്കിടയ്ക്ക് മേളിലേക്ക് പോകുമ്പോഴൊക്കെ അതല്ല ഞാൻ ടൂർ പോയില്ലേ? അച്ഛൻ ടൂർ പോയില്ലേ? ബാംഗ്ലൂർ, അതാണ് ഞാൻ ഡൽഹി, ആഗ്ര, എനിക്കറിഞ്ഞൂടെ എവിടെയൊക്കെ പോയെന്ന്. അതല്ല ഞാൻ ചോദിച്ചത്. ഇടയ്ക്ക് പോയില്ലേ? അതെവിടെയൊക്കെ പോയി? ഫ്ലൈറ്റിൽ കയറി പോയി. എവിടെയൊക്കെ? ബാംഗ്ലൂര്, മൈസൂർ, ഊട്ടി അല്ലേ? ബാംഗ്ലൂര് മാത്രം കുറെ മാളിൽ കയറി അങ്ങനെയൊക്കെ. എന്റെ അമ്മയുടെ ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പൊ ഷിബി എന്നാ പേര്. അപ്പൊ ആന്റിയുടെ കൂടെ ഒരു 2-3 ദിവസം കറങ്ങി ഫുള്ളും. ഒരുപാട് സ്ഥലത്തൊന്നും പോയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ടൂറ് പോകുന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയെങ്കിൽ നമുക്ക് ഇന്നാക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് സ്ഥലത്ത് പോയെങ്കിൽ ഇന്നാക്കാൻ പറ്റില്ലായിരുന്നു. ബാംഗ്ലൂർ പോയതിന്റെ പേരിൽ മാത്രം 2 ഇനിയും പോകണമെന്നല്ല, എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നാക്കാൻ പറ്റുമോ? സംശയം. ഞാൻ കുറച്ചിടങ്ങള് പോവാ. കണ്ടോ, സെലക്ഷൻ കിട്ടാൻ വേണ്ടി അത് വരെ ഇനി ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയാ അങ്ങനെ യാത്ര പോവോ? യാത്രയോ? ഇല്ലല്ലോ, ഇല്ല. എപ്പോഴും ഇവിടെ ആയിരിക്കുമല്ലോ. അത് ശരിയാണല്ലോ, പോകാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ പോകുന്ന യാത്രകൾ എന്താണ്? പാട്ടിന്റെ. നമ്മൾ പാട്ടിന്റെ യാത്രകളാണ് നമ്മൾ പോകാൻ പോകുന്നത് അല്ലേ? സംഗീത യാത്രകളാണ്. അത് വേണോ? ഊട്ടി കൊടൈക്കനാലൊക്കെ പോവാം അല്ലേ? സംഗീത യാത്രകൾ. സംഗീതത്തിന്റെ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോവാം. ഊട്ടിയിൽ ഞാൻ പോയിട്ടില്ല, അച്ഛൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഈ അച്ഛനാണ് മക്കളൊന്നും കൊണ്ടുപോകില്ല. തണുപ്പ് എനിക്ക് പ്രശ്നം. അത് പിന്നെ ഊട്ടിയിൽ എത്ര പേരാണെന്നാണ് തണുത്തിയാത്തത്? അച്ഛൻ കള്ളം പറയാ. വെറുതെ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്, പിള്ളേർക്ക് പോകാൻ പറ്റൂല കേട്ടാ. ധൈര്യമായിട്ട് പോയിക്കോ. ഡാൻസ് ആയിരുന്നു. കാരണം മുകളിൽ നിന്ന് ഒരാള് ഒരുപാട് കല്ല് വലിച്ചെറിഞ്ഞിട്ടും അതൊന്നും കൊള്ളിക്കാതെ ഡാൻസ് ചെയ്യുന്നതാണ്. ഔട്ടാണോ ഇന്നാണോ അറിയണ്ടേ? മറന്നുപോയി. അപ്പൊ ആ ചോക്ലേറ്റ് പറിക്കൊണ്ട് അതന്നെ തിന്നാൻ കിട്ടുന്ന കണ്ടപ്പോ അതൊക്കെ മറന്നുപോയി. നമുക്കൊന്നും ചോക്ലേറ്റ് തന്നില്ലല്ലോ. ഈ ഡാൻസ് എവിടെന്നാ പഠിച്ചത്? ഈ മേത്ത് കൊള്ളാണ്ടുള്ള ഡാൻസ്, ചോക്ലേറ്റ്സ് ഒന്നും എവിടെന്നാ പഠിച്ചത്? ഡാൻസ് ഞാൻ ഈ സിനിമ ഒന്ന് കണ്ടു. അപ്പൊ എനിക്ക് ഇതിനകത്തെ ഡാൻസിനോട് ഇച്ചിരി ക്രേസായി. പിന്നീട് ഞാൻ എന്റെ ഡാൻസിങ്ങനെ തപ്പിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഇത് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. അതെ. ഇത് ആദ്യം മൈക്കിൽ, ഇനി തലേ വരും. ചോക്ലേറ്റും ഉണ്ട്, ഡോളും ഉണ്ട്. ഡോൾ ഇഷ്ടമാണോ? അപ്പൊ അറിയണ്ടേ കൂട്ടാ? എന്ത് പറയുന്നു? എന്ത് പറയാൻ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് ഒക്കെ തന്നല്ലേ. ഞാൻ ഈ മുട്ട ഇവിടെ നിന്ന് എറിഞ്ഞു തരും. ഈ ക്യാച്ച് പിടിച്ച യുവറിൻ, ക്യാച്ച് പിടിച്ചില്ലെങ്കിൽ ഒന്ന് പറയാം. കഷ്ടമായി ചേട്ടാ, ഒരു അവസരം കൊടുക്കാം. ഒരു ചാൻസ്. അപ്പൊ ഞാനും കൂടെ അറിയാം. റെഡി? അതും പോയി. ആ കൊച്ചിന് കിട്ടാവുന്ന രീതിയിൽ എറിഞ്ഞു കൊടുക്കും.
മോളെ മോനെ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. നീ Congratulations, you are into the second stage. എപ്പോഴും ഓർമ്മ വേണം. അല്ല വലിയ കായികയും ഓർക്കണം. ആംഗിളും മിഠായി കയ്യിലിങ്ങനെ വെച്ച് തന്നിട്ടാണ് ഞാൻ ഇന്നായിരുന്നട്ടാ. അത് ചോദിച്ചു വാങ്ങിച്ചത് പോകുള്ളൂ. വേറൊരു മിഠായി എനിക്ക് എടുത്തോടി. അല്ല എനിക്കൊരു സംശയം, നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ പോയി കിട്ടിയില്ല. ആദ്യം ഇവിടെ ഉണ്ടോ? ഗിഫ്റ്റ് ഒന്നുമില്ലേ? അല്ല ഗിഫ്റ്റ് വേണോ അതോ തിരിച്ചതിഞ്ഞെടുക്കണോ? ഇത് വേണ്ട, ഗിഫ്റ്റ് വേണ്ട. ഞാൻ ആവണി പി ഹരീഷ്, ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. കണ്ണൂരും ശിങ്കാരം ഈ പൂവിൽ വന്നു വണ്ടുമൂളവേ. ഇത് കിട്ടിയത് അറിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ. പാട്ടും ഡാൻസ് ആവണിക്കുട്ടാന്ന്. അച്ഛനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്, കാരണം അച്ഛനാണ് കൂടുതലും കൊഞ്ചിക്കുന്നതൊക്കെ. എനിക്കിപ്പോൾ കുറച്ചും കൂടെ മുടി ഉണ്ടായിരുന്നു. ഇന്നലെ വെട്ടി. അമ്മ ബ്യൂട്ടീഷ്യനാ. ഇത്തിരി കുറുമ്പും വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഞാൻ പാട്ട് പഠിക്കുന്ന അറക്കുളം സ്വാമിയച്ഛൻ്റെ അവിടെയായിരുന്നു. സ്വാമിയച്ഛൻ ഇപ്പോൾ മരിച്ചുപോയി. മാഷിന്റെ ഏറ്റവും ഒരു കുഞ്ഞി സ്റ്റുഡൻ്റ് ആയിരിക്കും ഒരു പക്ഷേ മൂന്നും തോന്നി. ഈ ഇടയ്ക്കാണ് ഞങ്ങളത് പറഞ്ഞത്, മാഷ് മരിച്ചു പോയി എന്നുള്ളത്. എന്നുവെച്ചാൽ കൊച്ചിനത് ഉൾക്കൊള്ളാൻ പറ്റുമോയെന്ന്. അതാണ് ഞങ്ങളെ ഏറ്റവും വിഷമിച്ച ഒരു കാര്യം. ജഡ്ജസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? സംശയമില്ലാത്ത കാര്യമാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചൊരു കാര്യമാണ്. ആദിത്യൻ. നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആദിത്യൻ. സിംഗർ പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി ആൻഡ് ലൈൻ ഡേറ്റ് സിറപ്പിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.